ഒരു ഡ്രൈവിംഗ് അറിയാൻ കൂടി നമുക്ക് നേരെ ഒരു വഴി അറിയാമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഗോളിൽ എത്തിച്ചേരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ പറ്റും. ഒരു ഹാർഡ് വർക്ക് മെന്റാലിറ്റി ഉണ്ടെങ്കിലും എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് ചിന്തയില്ല. അങ്ങനെയാണ് ഇവിടെ മാസ്റ്റർ സ്റ്റാക്കിലേക്ക് വരുന്നത്. 10ാം ക്ലാസ്സിൽ ഐറ്റിക്ക് വലിയ എനിക്ക് A+ ഇല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസിലോട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഡെയിലി കോഡ് പൊട്ടിച്ചുകൊണ്ട് ഒരു എറർ അടിക്കും, ഇവിടെ കൊണ്ട് കാണിക്കും. അപ്പോൾ സ്റ്റാഫുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എറർ, അല്ലെങ്കിൽ ഇവിടെയാണ് നീ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത്. ആദ്യം കുറേ കാലം ആർമി എന്ന് പറഞ്ഞു കിടന്നു. 2 ദിവസം ഓടാൻ പോയി, 3 മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ PSC ആയി. അപ്പോൾ എൻ്റെ ബ്രദർ എന്നോട് ചോദിച്ചു നീ ഏതെങ്കിലും ഒന്നിലും ഉറച്ചില്ലേ. അപ്പോൾ വീട്ടുകാരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലിയാണ് എൻ്റെ അൾട്ടിമേറ്റ് സപ്പോർട്ട്. ഇവിടുത്തെ നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഏതൊരു ബിഗിനറിനും ഒരു ഫ്രം ദി സ്ക്രാച്ച് നമുക്ക് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എങ്ങനെ ആകാം എന്ന് സിമ്പിളായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ ഇവിടുത്തെ നോട്ട്സ്.